കനകം സുഖമായിട്ടിരിക്കുന്നോ? സൗഖ്യമാ ഇരിക്കേമ്മാ. ഉങ്ങൾക്ക്? ഓ എനിക്കെന്ത് കുഴപ്പം, പരമാനന്ദ സുഖമല്ലയോ. ഗൗരി, കടയുടെ പണിയൊക്കെ തീർന്നു കിടക്കുമല്ലയോ, അതെന്താ തുടങ്ങാത്തേ? அம்மா அதை பற்றி பேசத்தான் நான் வந்தேன். எங்களுக்கு கரெக்டாக சம்பளம் நீங்கள் கொடுக்குறீங்க. ஆனால் வேலை செய்யாமல் சம்பளம் வாங்குறது எனக்கு ரொம்ப கஷ்டமாக இருக்குது. എൻ്റെ പൊന്ന് കനകേച്ചി, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചാ? ഈ ശ്രീ ഇത്രയും പെട്ടെന്ന് ഗൾഫിലോട്ട് പോകുമെന്ന് ആരും വിചാരിച്ചില്ല. നമുക്കെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ആലോചിച്ച് ചെയ്യാം. എല്ലാം ആലോചിച്ചിരുന്നു. എൻ്റെ മോൻ്റെ കാശല്ലേ അവിടെ കിടന്ന് ചത്തു വന്നേ. ഞാനൊന്നും പറയുന്നില്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മായിയമ്മ പോരായി മാറും. അതുകൊണ്ടാണൊന്നും പറയാതെ പോയത്. எனக்கு புரியுது. ஆனால் ரொம்ப கஷ்டம் நினைக்கிறேன் அம்மாக்கு. എൻ്റെ ചേച്ചി, അമ്മയ്ക്ക് ചുമ്മാ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ട് പോയാൽ മതി. പക്ഷെ നമ്മൾ എന്തെങ്കിലും തുടങ്ങി അത് പൊളിഞ്ഞാൽ പിന്നെ പറയും നമ്മളെ പിടിപ്പുകേടാണെന്ന്. ഇനി അങ്ങനെ അത് സക്സസ് ആയി കഴിഞ്ഞാൽ അമ്മൂമ്മ പറയും അത് അമ്മൂമ്മയുടെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണ്. കറക്റ്റ്, അങ്ങനെ പറയൂ. எதுனாலும் பாவம்ல, நம்ம போய் சமாதானப்படுத்தலாம். സമാധാനപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ട് ചെല്ല്, കടിച്ചു കീറും അമ്മൂമ്മ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഐസായിട്ട് പോയി സോപ്പ് ഇട്ടിട്ട് ആദ്യം വരാം. നിങ്ങൾ പയ്യെ അങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ പോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അമ്മേരെ വായിരിക്കണം അത്രയും കേൾക്കും, പ്രത്യേകിച്ച് ഞാൻ. அம்மா ஏன் சோகமாக இருக்கீங்க? ஓ ஒன்றும். அது இல்லை, உங்களுக்கு அங்கேயும் வேலை இங்கேயும் வேலை, அதனால தானே? ഓ എൻ്റെ ജന്മമേ ഇങ്ങനെ, കൊച്ചിലേ മുതലേ ഞാൻ ഇങ്ങനാന്നേ. ஏன் ரொம்ப பிரச்சனை பண்ணுவீங்களோ? അതല്ല, ഇതോടിച്ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞതേ, എൻ്റെ വീട്ടിലെ ഞാനായിരുന്നു എല്ലാ ജോലിയും ചെയ്യുന്നത്. എൻ്റെ ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, അവരൊന്നും ഒരു ജോലിയും ചെയ്യത്തില്ലെന്നേ. ഞാൻ ഈ വൃത്തിയായിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അമ്മയും വല്യമ്മയും എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. അതുകൊണ്ട് എന്തു പറ്റി, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ല. ഓ அப்படியா? நீங்க ரொம்ப நல்லா படிப்பீங்களோ? പിന്നെ പഠിച്ച് ഡോക്ടർ ആവണമെന്നായിരുന്നു അമ്മൂമ്മയുടെ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ജോലി ഭാരം കാരണം 2ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തേണ്ടതെന്ന്. 2ാം ക്ലാസ്സാ? 2ാം ക്ലാസ്സാ? വെച്ചുവേ ചുമ്മാ അതില്ലടി നീ ഇങ്ങനെ ഇരിക്കുന്നേ, നിന്റെ മനസ്സിലിരിപ്പുണ്ട. ആഹാ, അമ്മൂമ്മ ഈ ജനറേഷനിലേ ബോഡി ഷെയ്മിങ് ഒക്കെ ഭയങ്കര പ്രശ്നാ. വയസ്സാങ്കാലത്ത് ജയിലിൽ കയറി ഇറങ്ങണോ? വേണ്ടല്ലോ. പറയുമല്ല, നിനക്ക് 2 പെട വെച്ച് തരുക വേണ്ടുന്നേ. അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് എപ്പോഴും എന്നെ കുത്തി പറഞ്ഞില്ലെങ്കിൽ സമാധാനം ആവൂല. പാവം അമ്മ, ரொம்ப നല്ല പൊണ്ണ്. പാവം. അടുത്ത് നോക്കണം. അടുത്ത് നോക്കി എന്താ കുഴപ്പം? അടുത്ത് നോക്കുമ്പോ അന്നേരം മനസ്സിലാവും. എന്ത് മനസ്സിലാവുന്നു? അമ്മൂമ്മ, ഒരു വഴക്കിന് ഞാനില്ല. ഞാനേ സ്നേഹത്തോടൊരു കാര്യം ചോദിക്കട്ടെ, അമ്മൂമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഓ എനിക്കത്ര പ്രായമൊന്നുമില്ല. പ്രായമില്ല. പ്രായമില്ലെന്ന് പറഞ്ഞാലും നല്ല പ്രായം ഉണ്ടല്ലോ. എന്തായാലും എൻ്റെ അമ്മേനെക്കാളും പ്രായവും ഇല്ലേ? ഉണ്ട്. ഞാൻ അമ്മൂമ്മയുടെ കൊച്ചുമോളല്ലേ. എൻ്റെ അടുത്ത് കുറച്ചെങ്കിലും സ്നേഹത്തോടെ അമ്മൂമ്മയ്ക്ക് സംസാരിച്ചൂടെ? ചില സമയത്ത് അമ്മൂമ്മയുടെ വർത്താനം കേട്ടേണ്ടല്ല ഞാൻ അമ്മൂമ്മയുടെ അമ്മായിയമ്മയാന്ന് പറയും. അങ്ങനെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യോ, എനിക്ക് നല്ല കുഴപ്പമുണ്ട്. കാരണം ഞാനാണല്ലോ ചീത്ത മൊത്തം കേട്ടോണ്ടിരിക്കണത്. എന്താണ് നിങ്ങൾ അമ്മയും സംസാരിച്ചോണ്ടിരിക്കുന്നു, കൊച്ചുമോളായി പോയല്ലേ, എല്ലാം കേൾക്കണമല്ലോ. എടേ, എന്തോന്ന് നീ കഴിക്കാൻ ഉണ്ടാക്കണ? അറിയില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. എടേ, ഇന്നലെ കട്ട് ചെയ്ത മീൻ ഫ്രിഡ്ജിൽ ഇരിക്കല്ലേ? ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ടല്ലോ, അപ്പോഴത്തെ മീൻ കറി വെക്ക്. എന്തോന്നടേ, ഇന്നലെ ഞാൻ അല്ലേ വെച്ച്, ഇന്ന് നീ വൈടെ. ഇന്ന് എനിക്ക് വെക്കാനുള്ള മൂടൊന്നുമില്ല അമ്മായി. എന്തോന്ന് വെച്ചു പ്ലീസ് എടേ, ഇന്ന് നീ വൈ. ഇന്നലെ ഞാൻ വച്ചില്ലേടേ. അമ്മ ഇന്നും കൂടെ അമ്മായി വെക്ക്, നാളെ ഞാൻ വെക്കാം. എടേ, എനിക്ക് എന്നും മീൻ വയ്ക്കുന്ന ഇഷ്ടല്ലേ? എനിക്കും ഇഷ്ടമല്ലെന്ന്. ഇത് കഷ്ടം വെച്ചു നിന്റെ കാര്യം. അമ്മൂമ്മ ഇവിടെയുള്ളപ്പോ നമ്മളെന്തിനാ വഴക്കുണ്ടാക്കണേ? അത് ശരിയാണല്ലേ. അയ്യാ, എന്താ പറയുമ്പോഴേ അമ്മൂമ്മ ഒന്ന് പോവച്ചേ, എനിക്കങ്ങ് വയ്യ. ഞാൻ வைக்கவா மீன் குழம்பு? കേരള സ്റ്റൈൽ അറിയോ അതിന്? ஆமா, குஞ்சிக்கா சொல்லி கொடுத்தாரு. தேங்காய் அரைச்சு வைக்க தெரியும், மிளகிட்டு வைக்க தெரியும், தேங்காய் பால் ஊத்தி வைக்க தெரியும். நான் அன்னைக்கு வச்சு கொடுத்தேன், சூப்பரா இருந்தது சொன்னாரு. ഞാൻ വെക്കവാ? അല്ല, മീൻകറിയുടെ അവസാനം വല്ല ശർക്കരയോ കരിപ്പട്ടിയൊക്കെ ഇട്ട് വല്ല പൊങ്കല് രൂപത്തിലൊക്കെ ആക്കി വെക്കൂ. നമ്പലച്ചു, ഞാൻ നല്ല കുക്ക് பண்ணுவேன். ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.